കണ്ടില്ലേ ഗൈസ്, ഇയാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തോ വേണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വണ്ടിയൊക്കെ സൈഡിലാക്കി നിർത്തിയിട്ട് നമ്മളിങ്ങനെ കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നമുക്കിപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അങ്ങനെ എന്തോ നിയമം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു ഓറഞ്ച് പൊളിക്കാൻ കേട്ടോ, അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക്. ലാസ്റ്റ് ഞങ്ങൾ അതിനെ അത് എറിഞ്ഞു കൊടുത്തു. അത് ഒറ്റയ്ക്ക് ഇതൊന്നും വേറൊരാൾക്ക് ഒരു കഷ്ണം പോലും കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ മങ്കീനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടോ. ഞങ്ങൾ വണ്ടിയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ മേടിച്ച എന്താ പൈനാപ്പിളും പിന്നെ നമ്മൾ പഴയ പുളിമിഠായി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കഴിച്ച് നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട് നേരെ പോവാണ് കേട്ടോ. ഒത്തിരി പോകാനുണ്ട്. എൻ്റെ വീടെന്ന് പറയുന്നത് വയനാട് അങ്ങേ അറ്റത്താണ് കേട്ടോ. അപ്പുറം കർണാടക ബോർഡാണ്, അത്രയും ദൂരെ പോകണം. പിന്നെ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഷോപ്പിൽ കയറി, ചുരത്തിൻ്റെ താഴെയുള്ളൊരു ഷോപ്പിൽ കയറി. അവിടെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. ഞങ്ങൾ ചുരം കഴിഞ്ഞ് വയനാട് ചുരം കയറി കഴിഞ്ഞ് കൽപ്പറ്റ സൈഡ് എത്തിയപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പോയി. നല്ല റേറ്റ് കൂടുതലാണ് അവിടെ കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഇതെന്താ അറിയോ, നമ്മുടെ ചൂരൽ മലയിൽ ഉരുൾപൊട്ടിയില്ലേ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പണി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട് അവിടെ, ഒത്തിരി ദൂരം കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്ഥലം നോക്കിയാൽ അടിപൊളിയല്ലേ കാണാനും, അത്ര അടിപൊളി വെച്ചാൽ അത്ര അടിപൊളിയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നും യാത്രയായി. വീണ്ടും അടുത്ത ഇതേപോലത്തെ ഏതെങ്കിലും സ്ഥലം കാണുമ്പോൾ അവിടെ നിർത്തും, അവിടെ നിന്നും കുറേ സാധനങ്ങൾ വാങ്ങിക്കും, പിന്നെ അവിടെ നോക്കിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടുത്തെ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു പോവാണ്, എങ്ങനെയല്ലേ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്, എങ്ങാനും പെട്ടെന്ന് ഒന്ന് പിടിച്ചാലോ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഓരോ കഥ പറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.